സ്തോത്രം. വേഗം വരുത്തി യേശു ക്രിസ്ത്യൻ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഞാൻ പറയുമ്പോൾ 101 സങ്കീർത്തനത്തെ ആസ്പദമാക്കി പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ന്യായത്തെയും കുറിച്ച് പാടും, യഹോവേ ഞാൻ നിനക്ക് കീർത്തനം പാടും. അപ്പോൾ ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ദാവീദ് പറയുകയാണ്, ഞാൻ ന്യായത്തെയും കുറിച്ച് പാടും. അപ്പം ദയയുള്ളവന്, ന്യായമുള്ളവന് ആരാണ്? യഹോവ. അതുകൊണ്ട് ഞാൻ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വെക്കും. എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. അപ്പോൾ അതാണ്. ഞാനൊരു നീചകാരി എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു, അത് എന്നോട് ചേർന്ന് പറ്റുകയില്ല. വക്രഹൃദയം എന്നോട് അകന്നിരിക്കും, ദുഷ്ടതയെ ഞാൻ അറിയില്ല. അപ്പം നിഷ്കളങ്കമായ രീതിയിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് ദാവീദ് പറയുന്നത്. അതുപോലെ യഹോവയുടെ നഗരത്തിൽ സകല ദുഷ്പ്രവൃത്തിക്കാരെ ഛേദിച്ച് കളയേണ്ട ദേശത്തിലെ. അപ്പോൾ രാവിലെ, അതായത് ഇവിടെ ദാവീദ് ദൈവത്തോട് ഓരോ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. ദൈവം എന്നെ വിടുവിക്കണമേ, ദൈവം എന്നെ സഹായിക്കണമേ, എന്നെ പരിപാലിക്കണമേ, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ നേരായ രീതിയിൽ നടത്തണേ. അപ്പോൾ ഒരു കുഞ്ഞ് പ്രാർത്ഥിക്കുന്ന പോലെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. അപ്പം നമ്മുടെ പാതകളെ നേരെയാക്കാൻ, ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, നമ്മുടെ പാതകളെ നേരെയാക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. നമുക്ക് വഴികളെ വിശാലമാക്കി തരാൻ ദൈവത്തിന് സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ദൈവം, അതായത് നീതിമാനാണ്, വിശ്വസ്തനാണ്, വാക്കുമാറാത്തവനാണ്. അവൻ നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ആളാണ് ദൈവം. അതുകൊണ്ട് നമ്മൾ ഈ ദൈവത്തോട് നന്ദി പറഞ്ഞ് നമ്മൾ കീർത്തനം പാടി സന്തോഷമായിട്ട് ഓരോരുത്തരും നമ്മൾ ജീവിക്കുക. നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിൽ കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഇനി അതായത് ഈ 101 സങ്കീർത്തനം കുഞ്ഞുങ്ങളൊക്കെ വായിച്ചൊന്നും മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഇത് വായിച്ചാൽ നല്ലതായിരിക്കും. ഇനി 100 സങ്കീർത്തനം കണ്ടോ, സകല ഭൂവാസികളായ ഒരു യഹോവയ്ക്കാരുടെ കണ്ടോ, യഹോവയ്ക്ക് എന്ത് ചെയ്യണം? ആർപ്പിട്ട് സ്തുതിക്കണം. കാരണം ഓരോരുത്തർ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടിട്ടില്ലേ? വലിയൊരു സന്തോഷം നമുക്ക് തോന്നേ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിലുണ്ട്. കൈയടിച്ച് പാടി ആരാധിക്കുന്നതൊക്കെ ആർക്കും ഇഷ്ടമാണ്? ദൈവത്തിന് ഇഷ്ടമാണ്. യഹോവ തൻ്റെ ദൈവം എന്നറിയുവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി. കണ്ടോ, ദൈവം നമ്മളെ ഉണ്ടാക്കിയത്, നാം അവനുള്ളവരാണ്. അതുകൊണ്ട് നാം ഈ ദൈവത്തിനുള്ളതാണ്. അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. ഒരു ആടുകളുടെ ഇടയന് ആടുകളെ പരിപാലിച്ചുകൊണ്ട് പോകുന്നത് ഒരു ഇടയൻ കാണും. അപ്പം നമ്മുടെ ഇടയൻ ആരാ? നമ്മുടെ രക്ഷിതാവ്, നമ്മൾ വീണ്ടെടുത്ത രക്ഷിതാവ്. അവൻ്റെ വാതിലുകൾ സ്തോത്രത്തോടും അവൻ്റെ പ്രകാരങ്ങൾ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ വിശ്വസ്തത കണ്ടോ, വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. അപ്പനമ്മ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ഇങ്ങനെ തലമുറകൾ ഇങ്ങനെ പോവും ഒരു കുടുംബത്തിൻ്റെ. അതായത് ആ കുടുംബത്തിൻ്റെ ഒരു പേരും ഒന്നായിരിക്കും. മക്കളെ, മരുമക്കൾ, കൊച്ചുമക്കൾ, മാതാവിൻ്റെയും പിതാവിൻ്റെയും പേരും ആയിരിക്കും. ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും പേരിൻ്റെ സ്ഥാനത്ത് വേറൊരു മാതാവിൻ്റെയും പിതാവിൻ്റെ പേരാക്കാൻ പറ്റുമോ? ആ കുഞ്ഞുങ്ങളുടെ സ്ഥാനത്ത് വേറൊരു കുഞ്ഞുങ്ങളെ ആക്കാൻ പറ്റുമോ? അവരുടെ കുഞ്ഞുങ്ങളുടെ സ്ഥാനത്ത് വേറെ കുഞ്ഞുങ്ങളാക്കാൻ പറ്റുമോ? ഇല്ല. അത് ഓരോ ഭവനമായി ദൈവം നമ്മളെ സൃഷ്ടിച്ച് തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഭവനത്തിൽ നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ സന്തോഷമായിട്ട് നമ്മളും ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് നമുക്ക് ആരുടെയും ഒരു വിഷയം കിട്ടിയാൽ അത് ഏറ്റെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിനെക്കുറിച്ച് പാടിയും പ്രാർത്ഥിച്ചും ആരാധിച്ചും കർത്താവിനെക്കുറിച്ച് പറഞ്ഞും ഒക്കെ നമ്മൾ ജീവിക്കുക. ദൈവത്തിൻ്റെ കൃപകളാൽ ദൈവം തമ്പുരാൻ എല്ലാവരും നിറയ്ക്കട്ടെ. ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. 100 സങ്കീർത്തനവും 101 സങ്കീർത്തനവും കുഞ്ഞുങ്ങളെ വായിച്ച് ബലപ്പെടണം. നമ്മളെല്ലാവരും തന്നെ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല,
നമ്മൾ മരിക്കുന്നിടം വരെയും നമ്മൾ ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ദൈവസന്നിധി കടന്നു പോകാൻ പറ്റുന്നിടത്തോളം കാലം നമ്മൾ പോകണം. കാരണം വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടിയാണ്. അതുകൊണ്ട് ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ടൈം തന്നിരിക്കുന്നതാണ്. ഒരു 100 വയസ്സുള്ള ഒരു അപ്പച്ചനോ അമ്മച്ചിയോ മരിച്ചാലും അവരുടെ ആത്മാവ് ബലപ്പെട്ടതാണ്. അതാണ് അതിനകത്തെ കാര്യം. അവരുടെ ശരീരം വാർദ്ധക്യമാണെങ്കിലും ആത്മാവ് ഒരുക്കമുള്ളതാണ്. ഈ ഒരുക്കമുള്ള ആത്മാവിന് ദൈവമാണ് നൽകി തന്നിരിക്കുന്നത്. നേടിയെടുത്ത് എല്ലാവരും മുമ്പോട്ട് പോകുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.